السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم بالقدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وصلى الله على سيدنا محمد وعلى آله وأصحابه ومن والاهم بإحسان. धोनियम उनकी ठोकर से सहराव दरिया सिमट कर पहाड़ों की ഹൈബത്ത് സറായി. സമാദരണീയരായ വിധികർത്താക്കളെ, സ്നേഹമസരണരായ ശ്രോതാക്കളെ, കലാവൈവിധ്യങ്ങളുടെ പോർക്കളമായ സിബാഖിൻ്റെ പ്രൗഢഗംഭീരമായ ഈ ഒരു വേദിയിൽ നക്ഷത്രതുല്യരായ സ്വഹാബാക്കൾ എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എൻ്റെ പ്രിയമുള്ളവരെ, കാണുന്നതിനെല്ലാം അന്ധമായി അനുകരിക്കാനും വാരി പുണരാനും ധർമാധർമ്മമെന്ന വ്യത്യാസമില്ലാതെ മനുഷ്യന് വെപ്രാളം കാണിക്കുന്ന സെഡ് ആൽഫ ജനറേഷൻ യുഗത്തിലാണ് നാം ഇന്ന് അധിവസിക്കുന്നത്. ഇവിടെയാണ് കാലുഷ്യത്തിൻ്റെ കനൽ പദങ്ങളിലൂടെ കാതങ്ങളോളം കാൽനട ചെയ്തിട്ടും വിശ്വാസത്തിൻ്റെ ഭ്രമണപഥത്തിൽ കടുകട തെറ്റാത്ത വെള്ളി നക്ഷത്രങ്ങളായി പ്രോജ്വലിച്ച് നിൽക്കുന്ന പരിശുദ്ധ സഹാബത്ത് നമുക്ക് മാതൃകയാകുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മഹാന്മാരായ മുഹാജിരീങ്ങളിൽ നിന്നും മഹാന്മാരായ അൻസാരികളിൽ നിന്നും ഈമാൻ കൊണ്ട് മുൻകടന്നവരും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് ഇവർ അനുധാപനം ചെയ്ത പിൻതലമുറക്കാരും റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരോട് വല്ലാത്തൊരു ഇഷ്ടമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. തീർന്നില്ല വറദൂ അൻ, അല്ലാഹുവിനോട് അവർക്കും വല്ലാത്ത സ്നേഹമാണ്. അതുതന്നെയല്ലേ ഹബീബായ നബിയും നമ്മെ പഠിപ്പിക്കുന്നത്. അസ്ഹാബി കന്നുജൂം, അന്തിമാനത്ത് കാന്തി ചിന്തുന്ന നക്ഷത്ര സമാനരാണ് എൻ്റെ സ്വഹാബ. ഫബിഅയ്യിഹിം ഖദദൈതും വഹ്തദൈതും, അവരോരോരുത്തരും നിങ്ങൾക്ക് വഴികാട്ടിയാണ്. വഴി തെറ്റി അലയുന്ന പഥികന്റെ മാർഗദർശിയാണ്. വെളിച്ചം തേടുന്ന യാത്രികന്റെ വിളക്കുമാടങ്ങളാണ്. അവരെ തള്ളിപ്പറയാനോ അധിക്ഷേപിക്കാനോ അപമതിക്കാനോ നമുക്ക് അവകാശമില്ല. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان, ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികളായ സ്വഹാബത്തിനും പുറത്തു നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാതെ ഖിയാമത്ത് നാൾ വരെ ഒരു സമൂഹവും കടന്നു പോവില്ലെന്ന് അർത്ഥം വരുന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ലാ തഫ്നാ ഹാദിഹിൽ ഉമ്മ ഹത്താ യൽഅന ആഖിറുഹാ അവ്വലഹാ. ഈ ഉമ്മത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിക്കുന്നവർ മുൻഗാമികളായ സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, 20 റക്അത്ത് തറാവീഹ് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിയെന്ന് പറയുന്നവരില്ലേ? ജുമഅയുടെ 2ാം ഭാഗം സ്ഥാപിച്ചതിന് മഹാനായ ഉസ്മാൻ നൂറൈൻ തങ്ങൾക്ക് പിഴച്ചു എന്ന് പറയുന്നവരില്ലേ? മഅദല്ലാഹ്. അല്ലാഹ ഫീ അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലാ തത്തഖിദൂഹും ഗർദൻ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾക്കറിയാനുള്ള നാട്ടുകുറിയാകരുതെന്നു മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും ഉഹദ് മലയോളം സ്വർണം ചിലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, അവർ ചിലവഴിച്ച ഒരു മുദ്ദിൻ്റെ പകുതിയോട് പോലും കിടപിടിക്കാൻ അത് പര്യാപ്തമല്ലെന്ന് ലോകത്തിൻ്റെ നായകര് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരാണ് ദാപനം ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.